സുഖല്ലേ? ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പാണ് റെഡിയാക്കാൻ പോണത്. ഞാൻ അരിപ്പൊടി വെച്ചിട്ട് ഒരു കിണ്ണത്തപ്പം ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടയും പഞ്ചസാരയും ഇല്ലാത്ത കിണ്ണത്തപ്പം ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഇനി ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പാണ് നമ്മൾ റെഡിയാക്കാൻ പോണത്. 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കണത്. നല്ല കട്ടിയുള്ള പാല്. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഈ മധുരം കറക്റ്റായിരിക്കും കിണ്ണത്തപ്പത്തിന്. ശർക്കര ഉരുകി കിട്ടി. ഇനി നമുക്കിത് അരിച്ച് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. അടുത്തത് 2 ഇൻഗ്രീഡിയൻസ് നമുക്ക് അരച്ചെടുക്കണം. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പഴം നോക്കി എടുക്കണേ. പഴം നമുക്ക് ചെറുതായിട്ട് മുറിച്ച് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ കൂടെ 1/4 കപ്പ് ചിരകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി കിണ്ണത്തപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര അരച്ചേക്കണ മിക്സിയിലേക്ക് ചേർക്കാം. നാളികേരം പഴം കൂടി അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട കേട്ടോ. അങ്ങനെ പഴത്തിൻ്റെ ഇതിൽ തന്നെ അരച്ചെടുക്കുക. ഞാൻ അരിപ്പൊടി വെച്ചിട്ട് കിണ്ണത്തപ്പം ഇട്ടുണ്ട്. മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മൾ അരിച്ച് വെച്ചേക്കണ ശർക്കരപ്പാനി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ബാറ്റർ ഏത് പാകത്തിൽ വേണം എന്നുള്ളത്. ശർക്കരപ്പാനി ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ബാറ്റർ നല്ല കട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലേ ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ചേർക്കരുതിട്ട്. വെള്ളം ചേർക്കുമ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. ഞാൻ ബാറ്റർ റെഡിയാക്കുമ്പോൾ തന്നെ അടുപ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാറ്റർ മിക്സ് ചെയ്തു. ഈ പാകത്തിന് കിട്ടണം കേട്ടോ. ബാറ്റർ നല്ല തിക്കായിരിക്കണം. സ്പൂണിൽ കോരി ഒഴിക്കുമ്പോൾ കാണുന്നില്ലേ? ഞാൻ ശരിക്കും 1/2 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. 1/4 കപ്പ് ശർക്കര ഉരുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തു. ബാക്കി 1/4 കപ്പ് ഉണ്ടായതും ബാറ്റർ മിക്സ് ചെയ്യാനായിട്ട് എടുത്തു കേട്ടോ. അതിലൊരു ഇത്തിരി ഒരു 1/4 ടീസ്പൂണിനും കുറവേ ബാക്കിയുള്ളൂ. ഇനി നമുക്കിതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. അതും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ വേവിക്കാൻ പോണത് ആ പാത്രത്തിലേക്ക് ബാറ്റർ മാറ്റാം. ഇത്രയും നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് വെള്ള എള്ള് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം നല്ലോണം തിളച്ചതിൻ്റെ ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട് പ്ലേറ്റ്. ഇനി ആവി വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചതിൻ്റെ ശേഷം ഇഡ്ഡലി പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അടയ്ക്കാം. 20 മിനിറ്റാണ് സ്റ്റീം കയറ്റി എടുക്കേണ്ടത്. അപ്പം റെഡിയാക്കാൻ വെച്ചിട്ട് 20 മിനിറ്റായി. നമുക്ക് തുറക്കാം. വെന്തുണ്ടോ എന്ന് നോക്കാം. നല്ലോണം വെന്ത് കിട്ടിയിട്ടാണ്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കിണ്ണത്തപ്പം തണുത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്ലേറ്റിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാലും ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു അപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.